ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി ഞാൻ ഉന്മേഷ് ശിവരാമൻ. ഒമാനിൽ നിന്ന് ഉംറ തീർത്ഥാടനത്തിന് പുറപ്പെട്ട മലയാളികൾ സഞ്ചരിച്ച വാഹനം മറിഞ്ഞ് മരിച്ചവർക്ക് കണ്ണീരോടെ വിട. പെരുന്നാൾ അവധി സമയത്ത് സൗദി ഒമാൻ അതിർത്തി പ്രദേശമായ ബത്തയിൽ വെച്ചാണ് അപകടം ഉണ്ടായത്. പെരുന്നാൾ ദിനത്തിൽ രാവിലെയാണ് പ്രവാസികളെ ഒന്നടക്കം ഏറെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടുള്ള മരണവാർത്ത എത്തിയത്. ഒമാനിൽ നിന്നും ഉംറ തീർത്ഥാടനത്തിന് പുറപ്പെട്ട കോഴിക്കോട് കാപ്പാട് സ്വദേശി ഷിഹാബ്, കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി മിസ്അബ് എന്നിവർ സഞ്ചരിച്ച വാഹനം സൗദി ഒമാൻ അതിർത്തി പ്രദേശമായ ബത്തയിൽ വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു. ഷിഹാബിന്റെ ഭാര്യ സഹല മുസ്ലിയാരകത്ത്, 7 വയസ്സ് പ്രായമുള്ള മകൾ ഫാത്തിമ ആലിയ, കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി മിസ്അബിന്റെ 6 വയസ്സ് പ്രായമുള്ള മകൻ ദഖ്വാൻ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. 3 പേരുടെയും മൃതദേഹങ്ങൾ ഇന്ന് ളുഹർ നമസ്കാരാനന്തരം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ അൽഹസ സ്വാലിഹിയ ഖബർസ്ഥാനിലാണ് ഖബറടക്കിയത്. നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ട ഷിഹാബ്, മിസ്അബ്, 2 പേരുടെയും ഇളയ മക്കൾ മിസ്അബിന്റെ ഭാര്യ ഹഫീഫ എന്നിവർ അൽഹസയിലെ ഹുഫൂഫ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈദുൽ ഫിത്ർ പ്രമാണിച്ച് ഓഫീസുകൾ അവധിയായിരുന്നിട്ടും ഖബറടക്കത്തിനുള്ള രേഖകൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ അൽഹസയിലെ ICF RSC പ്രവർത്തകർക്കായി. കിഴക്കൻ പ്രവിശ്യയിലെ സാമൂഹിക പ്രവർത്തകൻ നാസ് വക്കത്തിന്റെ ഇടപെടലും ഏറെ സഹായകരമായി. സുബൈറുദ്ദീനൂർ, 24 ദമാം. പ്രവാസി മലയാളികളുടെ ആഗോള സംഘടനയായ വേൾഡ് മലയാളി ഫെഡറേഷന്റെ ആഗോള ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിയന്നയിൽ തുടക്കമായി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ലഹരിയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലാതാക്കണമെന്നും കേരളത്തിൽ അവിശ്വസനീയമായ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ സപ്ലൈ ചെയിൻ ബ്രേക്ക് ചെയ്യാൻ സർക്കാർ സംവിധാനം ഉണ്ടാക്കണമെന്നും VD സതീശൻ പറഞ്ഞു. ഗ്ലോബൽ പ്രസിഡന്റ് പൗലോസ് തേപ്പാല, ഗ്ലോബൽ കോർഡിനേറ്റർ ഡോക്ടർ ആനി ലിബു, ഫൗണ്ടർ ചെയർമാൻ ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നേൽ എന്നിവർ പങ്കെടുത്തു. CPIM പാർട്ടി കോൺഗ്രസിന് മധുരയിൽ തുടക്കമാകുന്നു. CPIM പാർട്ടി കോൺഗ്രസ് സംഘടനാ രേഖയുടെ പകർപ്പ് 24-ന്. കേരള ഘടകത്തിന് പ്രശംസ. പാർട്ടിക്കുള്ളിൽ പാർലമെന്ററി താൽപര്യങ്ങൾ വർദ്ധിക്കുന്നതായി വിമർശനം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ മാത്രം ആശ്രയിക്കുന്നത് പോരാട്ടങ്ങളിലൂടെ ബഹുജന അടിത്തറ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള രാഷ്ട്രീയ അടവ് നയം നടപ്പാക്കുന്നതിന് തടസ്സമാകുന്നു എന്നാണ് രേഖയിലെ പരാമർശം. CPIMന്റെ 24-ാം പാർട്ടി കോൺഗ്രസിന് തമിഴ്നാട്ടിലെ മധുരയിൽ നാളെ തുടക്കമാകും. തമുക്കം മൈതാനത്തെ സീതാറാം യെച്ചൂരി നഗറിൽ ഞായറാഴ്ച വരെയാണ് പാർട്ടി കോൺഗ്രസ്. 80 നിരീക്ഷകർ ഉൾപ്പെടെ 811 പ്രതിനിധികൾ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കും. മണിക് സർക്കാർ അധ്യക്ഷനായ പ്രസീഡിയമാണ് പാർട്ടി കോൺഗ്രസ് നടപടികൾ നിയന്ത്രിക്കുക. വൈകുന്നേരം ചേർന്ന കേന്ദ്ര കമ്മിറ്റിയാണ് സമ്മേളനം നിയന്ത്രിക്കുന്നതിനുള്ള കമ്മിറ്റികളും സമ്മേളനത്തിന്റെ കാര്യപരിപാടികളും തീരുമാനിച്ചത്. ത്രിപുരയിലെ മുൻ മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ മണിക് സർക്കാർ അധ്യക്ഷനായ പ്രസീഡിയമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിക്കുക. കേരളത്തിൽ നിന്ന് ദിനേശൻ പുത്തലത്ത് പ്രസീഡിയത്തിൽ അംഗമാണ്. 3 വർഷത്തെ പ്രവർത്തനം അവലോകനം ചെയ്തുകൊണ്ടുള്ള സംഘടനാ റിപ്പോർട്ട് മുതിർന്ന PB അംഗം BV രാഘവലുവാണ് അവതരിപ്പിക്കുക. കരട് രാഷ്ട്രീയ പ്രമേയം PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും അവതരിപ്പിക്കും. പാർട്ടി കോൺഗ്രസ് വേദിയിൽ സ്ഥാപിക്കുന്ന ദീപശിഖയും പതാകയും വൈകുന്നേരത്തോടെ മധുരയിലെ വേദിയിലെത്തി. പരമ്പരാഗത തമിഴ് ശൈലിയിൽ ജാഥകളെ സ്വീകരിച്ചു. നാളെ രാവിലെ 8-ന് സമ്മേളന നഗരിയിൽ പതാക ഉയർത്തും. മുതിർന്ന നേതാവ് ബിമൻ ബോസാണ് പതാക ഉയർത്തുക. 2008 ഏപ്രിലിൽ നടന്ന കോയമ്പത്തൂർ പാർട്ടി കോൺഗ്രസിന് ശേഷം ഇപ്പോഴാണ് തമിഴ്നാട്ടിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. സ്റ്റാലിനുമായുള്ള രാഷ്ട്രീയ ഐക്യവും സമ്മേളന ആവേശവും എല്ലാം ഉപയോഗിച്ച് പാർട്ടി ശക്തിപ്പെടുത്താൻ തമിഴ്നാട് ഘടകവും ലക്ഷ്യമിടുകയാണ്. സമ്മേളനം മികച്ചതാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വിപുലമായ ഒരുക്കങ്ങളാണ് അണിയറയിൽ. രാഷ്ട്രീയ നയരേഖ അംഗീകരിക്കൽ, സംഘടനാ റിപ്പോർട്ട് ചർച്ച, റിവ്യൂ റിപ്പോർട്ട് ചർച്ച എന്നിവ സമ്മേളനത്തിലെ അജണ്ടയാണ്. എന്നാൽ പാർട്ടിയെ ഇനി ആരു നയിക്കുമെന്നതാണ് പാർട്ടി കോൺഗ്രസ് തുടങ്ങുമ്പോൾ പ്രധാന ചർച്ച. മലയാളിയായ MA ബേബി ജനറൽ സെക്രട്ടറിയാകുമെന്ന ചർച്ചകൾ സജീവമാണ്. 24 മധുര. മധുരയിൽ CPIMന്റെ 24-ാം പാർട്ടി കോൺഗ്രസ് 24-ന് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നത് പരിചയസമ്പന്നരായ വാർത്താ സംഘമാണ്. നിരവധി പാർട്ടി കോൺഗ്രസുകളും സംസ്ഥാന സമ്മേളനങ്ങളും റിപ്പോർട്ട് ചെയ്ത ദീപക് ധർമ്മടം, R ശ്രീജിത്ത്, ബൽറാം നെടുങ്ങാടി എന്നിവരാണ് തത്സമയ വിവരങ്ങളും വിശകലനങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. വൈഗാതീരത്തെ ഗോപുരനഗരിയായ മധുരയിൽ നിന്ന് മാറ്റത്തിന്റെ കാറ്റ് CPIMൽ വീശുമോ എന്ന് പ്രേക്ഷകർക്ക് തത്സമയം അറിയാം. CPIM സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്ത പരിചയസമ്പന്നരെയാണ് മധുരയിലേക്ക് 24 നിയോഗിച്ചിരിക്കുന്നത്.
2002 കണ്ണൂർ സംസ്ഥാന സമ്മേളനവും 2005 ഡൽഹി 18ാം പാർട്ടി കോൺഗ്രസ് മുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം. മധുരയിൽ പാർട്ടി കോൺഗ്രസ് തുടങ്ങും മുമ്പ് തന്നെ ഉയരുന്ന ചോദ്യം ഇതാണ്: ആരായിരിക്കും അടുത്ത ജനറൽ സെക്രട്ടറി? PB കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ട് വീണ്ടും ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എത്തുമോ? മലയാളിയായ MA ബേബി ജനറൽ സെക്രട്ടറി ആകുമോ? ആയാൽ EMSന് ശേഷം കേരളത്തിൽ നിന്നും എത്തുന്ന ജനറൽ സെക്രട്ടറി എന്ന ചരിത്രത്തിന്റെ ഭാഗം. വനിതയായ വൃന്ദ കാരാട്ട് പ്രായപരിധിയിലെ ഇളവോടുകൂടി ജനറൽ സെക്രട്ടറി ആകുമോ? ചോദ്യങ്ങൾ അനവധിയാണ്. ഇതിനെല്ലാം ഉത്തരം അപ്പോൾ 24-ൽ. 2002 കണ്ണൂർ സംസ്ഥാന സമ്മേളനവും 2008 കോയമ്പത്തൂർ പാർട്ടി കോൺഗ്രസ് മുതൽ R ശ്രീജിത്തിന്റെ റിപ്പോർട്ടുകളുണ്ട്. ഇത്തവണയും പ്രേക്ഷകർക്ക് തത്സമയ വിവരങ്ങളും വിശകലനവും നൽകാൻ 24 പൊളിറ്റിക്കൽ എഡിറ്റർ R ശ്രീജിത്ത് മധുരയിലുണ്ട്. CPIM-നെ സംബന്ധിച്ച നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത് പാർട്ടി കോൺഗ്രസിലാണ്. പ്രായപരിധിയുടെ വാൾ ഇത്തവണ നിരവധി നേതാക്കളുടെ തലയ്ക്ക് മുകളിലുണ്ട്. പ്രായപരിധി നടപ്പിലാക്കുമോ? ചിലർക്ക് ഇളവ് നൽകുമോ? കാത്തിരിക്കൂ 24-നൊപ്പം. CPIM കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ യോഗങ്ങൾ വർഷങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്ന ബൽറാം നെടുങ്ങാടിയുടെ റിപ്പോർട്ടും പ്രേക്ഷകർക്ക് കാണാം. ദേശീയ രാഷ്ട്രീയത്തിൽ CPIM-ന്റെ സ്ഥാനം അടയാളപ്പെടുത്താൻ പാർട്ടി കോൺഗ്രസ് എന്തു തീരുമാനമെടുക്കും എന്നതടക്കം 24 ഡൽഹി റീജിയണൽ മേധാവി ബൽറാം നെടുങ്ങാടിയുടെ റിപ്പോർട്ടുകളും ഉണ്ടാകും. കോൺഗ്രസിനോട് സഖ്യം വേണ്ടെന്ന കേരള ലൈനിന് മുൻതൂക്കം കിട്ടുമോ? സഖ്യമാകാമെന്ന ബംഗാൾ ലൈൻ അംഗീകരിക്കുമോ എന്ന് മധുരയിൽ അറിയാം. ദേശീയ രാഷ്ട്രീയത്തിൽ നഷ്ടപ്പെട്ട സ്വാധീനം വീണ്ടെടുക്കാൻ നയമെന്താകും എന്നതും പ്രസക്തമാണ്. CPIM പാർട്ടി കോൺഗ്രസിന്റെ ആധികാരിക വിവരങ്ങൾക്ക് കാത്തിരിക്കുക. ആദ്യമെത്തും 24-ലൂടെ ആധികാരിക വാർത്തകൾ. പൊളിറ്റിക്കൽ ഡെസ്ക് 24. വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിലേക്ക്. ഉച്ചയ്ക്ക് 12 മണിക്ക് ബിൽ ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു അവതരിപ്പിക്കും. ബില്ലിനെ എതിർക്കാൻ ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. ബില്ലിനെ അനുകൂലിക്കണമെന്ന് കത്തോലിക്ക സഭ ആഹ്വാനം ചെയ്തു. JPC നിർദ്ദേശിച്ച ഭേദഗതികളോടെയാണ് ഏറെ നിർണായകമായ ബിൽ ലോക്സഭയിലെത്തുക. ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ബിൽ അവതരിപ്പിക്കും. ബില്ലിന്മേൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ സംസാരിക്കും. NDA സഖ്യകക്ഷി TDP മുന്നോട്ട് വച്ച 3 നിർദ്ദേശങ്ങൾ ബില്ലിൽ ഉൾപ്പെടുത്തിയതായാണ് വിവരം. ഇതോടെ TDPയുടെ പിന്തുണ കൂടി ലഭിച്ചേക്കും. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ ശക്തമായി എതിർക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. പാർലമെന്റിൽ ചേർന്ന ഇന്ത്യ സഖ്യ പാർട്ടികളുടെ യോഗത്തിലാണ് തീരുമാനം. India alliance parties and all along with other like-minded parties on the introduction stage itself is opposing the anti-constitutional provisions of Waqf bill. Waqf bill, amendment bill, basically it is a targeted legislation and it is fundamentally against the constitutional provisions. We cannot support the provisions against the constitution. ബില്ലിന്മേൽ 8 മണിക്കൂറാണ് ചർച്ചയ്ക്ക് അനുവദിച്ചിരിക്കുന്നത്. 12 മണിക്കൂർ ചർച്ച വേണമെന്ന പ്രതിപക്ഷ ആവശ്യം അംഗീകരിച്ചില്ല. 8 മണിക്കൂറിലേക്കാണ് ചർച്ച നടത്താൻ തീരുമാനിച്ചത്. സ്പീക്കർ ചർച്ചയിൽ കൂടുതൽ സമയം ആവശ്യമാണെങ്കിൽ അപ്പോൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞാണ്. ബില്ല് അവതരണത്തിന്റെ പശ്ചാത്തലത്തിൽ BJPയും കോൺഗ്രസും ലോക്സഭാംഗങ്ങൾക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ സഭയ്ക്കകത്ത് സ്വീകരിക്കേണ്ട നിലപാടുകൾ കോൺഗ്രസ് നാളെ ചർച്ച ചെയ്യും. ബില്ലിനെ പിന്തുണച്ച് CBCIയും KCBCയും രംഗത്ത് വന്നതിനാൽ കോൺഗ്രസ് നിലപാട് നിർണായകമാകും. ബിൽ നിയമമായാലും മുനമ്പം വിഷയം പരിഹരിക്കാൻ എത്ര നാൾ വേണ്ടിവരുമെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണം. എല്ലാ MPമാരോടും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആ ബില്ലിനെ അനുകൂലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വഖഫ് നിയമ ഭേദഗതി ബില്ല് ഭൂരിപക്ഷ വോട്ടോടെ നാളെ ലോക്സഭയിൽ പാസാക്കിയാൽ മറ്റന്നാൾ രാജ്യസഭയിൽ ബില്ല് ചർച്ചയ്ക്ക് വയ്ക്കും. 24 ഡൽഹി. വഖഫ് നിയമ ഭേദഗതി ബില്ലിന്റെ പകർപ്പ് പുറത്ത്. സ്ത്രീകളും അമുസ്ലിങ്ങളും വഖഫ് ബോർഡിൽ അംഗങ്ങളാകും. 5 വർഷം ഇസ്ലാം മതം പിന്തുടർന്നവർക്കേ വഖഫ് നൽകാൻ കഴിയൂ. വഖഫ് പട്ടിക വിജ്ഞാപനം ചെയ്താൽ 90 ദിവസത്തിനകം വഖഫ് പോർട്ടലിലും ഡേറ്റാബേസിലും അപ്ലോഡ് ചെയ്യണമെന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. കൊച്ചിയിൽ കോൺഗ്രസ് MPമാർക്കെതിരെ പോസ്റ്റർ. കോൺഗ്രസ് MPമാരുടെ ശ്രദ്ധയ്ക്ക് എന്ന തലക്കെട്ടിലാണ് പോസ്റ്റർ. വഖഫ് ബില്ലിനെ എതിർത്താലും ജയിച്ചെന്ന് കരുതേണ്ട എന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. മുനമ്പം ജനതയുടെ പേരിലാണ് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. ഹൈബി ഈഡൻ MPയുടെ ഓഫീസ് പരിസരത്താണ് പോസ്റ്റർ പതിച്ചത്. ആശാ വർക്കേഴ്സ് ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ച് മന്ത്രി വീണ ജോർജ്. ഇൻസെന്റീവ് കൂട്ടുന്നതിൽ ഉറപ്പ് ലഭിച്ചെന്നും കുടിശ്ശികയിൽ കേന്ദ്രമന്ത്രി അനുകൂല നിലപാട് സ്വീകരിച്ചതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വീണ ജോർജ് പറഞ്ഞു. എന്നാൽ ഓണറേറിയം കൂട്ടാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് ആശാ വർക്കേഴ്സിന്റെ പ്രതികരണം.
ആശാ വർക്കേഴ്സിന്റെ ആനുകൂല്യം വർദ്ധിപ്പിക്കുന്നതും സംസ്ഥാനത്തിന് എയിംസ് അനുവദിക്കണമെന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയിൽ വീണ ജോർജ് ഉന്നയിച്ചത്. ആശാ വർക്കേഴ്സിന്റെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്ന് പാർലമെന്റിൽ അറിയിച്ച കേന്ദ്ര ആരോഗ്യമന്ത്രി ഇക്കാര്യം കൂടിക്കാഴ്ചയിലും ആവർത്തിച്ചു. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിൽ ഉറപ്പുകൾ ലഭിച്ചില്ല എന്നാണ് സൂചന. ആശമാർ സമരം നിർത്തണമെന്ന് വീണ ജോർജ് ആവശ്യപ്പെട്ടു. ആശമാരുടെ വിഷയം, ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പ്രായോഗികമായി വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കാവുന്നത് തീർച്ചയായിട്ടും പരിഗണിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് സമരം പിൻവലിക്കണം എന്നാണ് നിരാഹാര സമരത്തിന് മുൻപും ഞാൻ പറഞ്ഞിരുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളിൽ വ്യക്തമായ ഉറപ്പ് ലഭിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സമരക്കാരും പറഞ്ഞു. കേന്ദ്രം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ സമരത്തിന്റെ ഭാഗമായി അത് കേന്ദ്രത്തിൽ കൊണ്ട് എത്തിക്കാൻ കഴിയും. ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് 3 ആഴ്ച മുമ്പ് പറഞ്ഞ കാര്യമാണ്. അതിനകത്ത് പോലും സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ഒരു എമൗണ്ട് അല്ലെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആ വിഷയത്തിൽ പോലും വന്നിട്ടില്ല. അപ്പോൾ പ്രത്യേകമായി ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമരത്തിന് ആശാവഹമായ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. സമരം ചെയ്യുന്നവരുടെ ഫെബ്രുവരി മാസത്തെ ഓണറേറിയം തടഞ്ഞതിനെതിരെ സമരക്കാർ നാഷണൽ ഹെൽത്ത് മിഷന് നിവേദനം നൽകി. 24 തിരുവനന്തപുരം. ആശാ സമരത്തെ എതിർത്ത് കോൺഗ്രസിനെയും UDFനെയും വിട്ടിലാക്കിയ നിലപാട് ഒടുവിൽ INTUC തിരുത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപകൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന് INTUC സംസ്ഥാന നേതൃത്വം പിന്തുണ പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെയും അഭ്യർത്ഥന മാനിച്ചാണ് തീരുമാനമെന്ന് INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ വ്യക്തമാക്കി. തോട്ടണ്ടി ഇടപാട് കേസ് കാരണം സർക്കാരിനെ പിണക്കാനുമാകില്ല, പാർട്ടി നിർദ്ദേശം അനുസരിക്കാതിരിക്കാനും വയ്യ. ഒടുവിൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ ആശാ സമരത്തിൽ നിലപാട് പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും KC വേണുഗോപാലിന്റെയും അഭ്യർത്ഥന മാനിച്ച് സമരത്തിന് പിന്തുണ നൽകുന്നതായി R ചന്ദ്രശേഖരൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു. സമരത്തെ പിന്തുണയ്ക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണമെന്നും INTUC. ആശാ പ്രവർത്തകരുടെ ആവശ്യങ്ങളുടെ ഒപ്പം എന്നും INTUC ഉണ്ട്. വ്യക്തമായ ഒരു ധാരണ 5 വർഷം തുടർച്ചയായി ജോലി ചെയ്താൽ അവരെ സ്ഥിരപ്പെടുത്തി ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരാക്കണമെന്ന് തന്നെയാണ്. അത് എപ്പോൾ നടക്കുന്നു അതുവരെ INTUC പോരാട്ടം തുടരും. അതേസമയം സമരത്തിന് പിന്തുണ നൽകുമ്പോഴും പ്രസ്താവനയിൽ സംസ്ഥാന സർക്കാരിന് പോറലേൽക്കാതെ R ചന്ദ്രശേഖരൻ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. സമരത്തിന് ആധാരമായി ഉന്നയിച്ച ആവശ്യങ്ങളിൽ തൊഴിലാളി താൽപര്യമായി എതിർപ്പുകളുണ്ടെന്ന് INTUC സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടവർ കേന്ദ്ര സർക്കാരാണെന്നും പ്രസ്താവനയിലുണ്ട്. നേരത്തെ UDF സമരത്തെ പിന്തുണയ്ക്കുമ്പോൾ INTUC എതിരായത് ചർച്ചയായിരുന്നു. 24 തിരുവനന്തപുരം. ബഹ്റൈനിൽ മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. തിരുവനന്തപുരം പറവക്കോണം സ്വദേശി പത്മകുമാർ വനജാക്ഷി സഹദേവനാണ് മരിച്ചത്. സൗദിയിലേക്ക് തിരിച്ചു വരുന്നതിനിടെ ബഹ്റൈൻ സൗദി കോസ്വേയിൽ വെച്ചാണ് ഹൃദയാഘാതം ഉണ്ടായത്. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ജുബൈലിൽ കോൺട്രാക്ടിംഗ് കമ്പനിയിൽ ഡിപ്പാർട്ട്മെന്റ് മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു. നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. യമുനയാണ് ഭാര്യ. സാമൂഹ്യ പ്രവർത്തകൻ നാസ് വക്കവും ജുബൈൽ പ്രവാസി വെൽഫെയർ കൺവീനർ സലീം ആലപ്പുഴയും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ രംഗത്തുണ്ട്. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ സഹപ്രവർത്തകൻ സുഗാന്തിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി പോലീസ്. സുഗാന്തും കുടുംബവും ഒളിവിൽ തുടരുകയാണ്. സുഹൃത്തിന്റെ പ്രേരണയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് യുവതിയുടെ കുടുംബം. യുവതിയെ സാമ്പത്തികമായി ചൂഷണം ചെയ്ത ശേഷം വിവാഹ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറിയതാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് വീട്ടുകാരുടെ ആരോപണം. 3.5 ലക്ഷത്തിന്റെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നും ലൈംഗിക ചൂഷണം നടന്നതിന്റെ തെളിവുകൾ പോലീസിൽ ഹാജരാക്കിയെന്നും യുവതിയുടെ പിതാവ്. ഈ സുഗാന്ത് സുരേഷിന്റെ പ്രേരണ മൂലമാണ് ഇത് സംഭവിച്ചതെന്നാണ് അവരുടെ അന്വേഷണ നിഗമനം. അതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ നമ്മൾ ഹാജരാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ബാഗിൽ നിന്നും കിട്ടിയ പേപ്പറുകളും ഒക്കെ നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കൊടുത്ത രേഖയിൽ നിന്നും സെക്ഷൽ അബ്യൂസ് വരെ നടന്നിട്ടുണ്ടെന്നുള്ള തെളിവുകൾ ഹാജരായിട്ടുണ്ട്. യുവതിയുടെ അക്കൗണ്ടിൽ നിന്നും സുഹൃത്തും സഹപ്രവർത്തകനുമായ സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയിട്ടുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. യുവതി ആത്മഹത്യയ്ക്ക് മുൻപ് സുഹൃത്തായ യുവാവിനെ നിരവധി തവണ ഫോൺ വിളിച്ചിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തി. എന്നാൽ യുവാവിന്റെ പ്രേരണ തന്നെയാണോ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. ആരോപണം നേരിടുന്ന യുവാവിനെ ചോദ്യം ചെയ്താൽ മാത്രമേ ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ എന്ന് പെട്ട പോലീസ് പറയുന്നു. സുഗാന്തിനെ കണ്ടെത്തുന്നതിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. 24 തിരുവനന്തപുരം. MBA പരീക്ഷയുടെ ഉത്തരപേപ്പർ നഷ്ടമായതിൽ 71 വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതണം എന്നാവർത്തിച്ച് കേരള സർവകലാശാല. ഈ മാസം 7-നാണ് പുനഃപരീക്ഷ. പരീക്ഷ നടത്തിപ്പിൽ വീഴ്ച സംഭവിച്ചുവെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ പറഞ്ഞു. ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെടുത്തിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനം. കേരള സർവകലാശാലയ്ക്ക് കീഴിലെ വിവിധ കോളേജുകളിലെ 71 MBA ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ വിദ്യാർത്ഥികൾക്കായി 7-ാം തീയതി തന്നെ പ്രത്യേക പരീക്ഷ നടത്തും. വിദേശത്തുൾപ്പെടെ ജോലിക്ക് പോകേണ്ടി വന്ന വിദ്യാർത്ഥികൾക്കായി ഇതേ പരീക്ഷ
ഈ മാസം 22-ന് വീണ്ടും നടത്തും. 2 പരീക്ഷയുടെയും ഫലം 3 ദിവസത്തിനുള്ളിൽ പ്രസിദ്ധീകരിക്കും. വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ ചേർന്ന പരീക്ഷാ വിഭാഗത്തിന്റെ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. സർവകലാശാലയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നും വൈസ് ചാൻസലർ സമ്മതിച്ചു. യൂണിവേഴ്സിറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് തിരുത്താനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. ഏകദേശം 7ഓളം കോളേജുകളിലാണ് ഈ പരീക്ഷ നടക്കേണ്ടത്. കുട്ടികൾക്ക് കോളേജ് മാറണമെങ്കിൽ അതിന് അവസരം കൊടുക്കും. അവരുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഈ 7 കോളേജിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും പോകാം. അവിടെ ഇരുന്നിട്ടും അവർക്ക് എഴുതാം. നഷ്ടപ്പെട്ട പേപ്പറിൽ ശരാശരി മാർക്ക് നൽകണമെന്ന വിദ്യാർത്ഥികളുടെ വാദം സർവകലാശാല അധികൃതർ പൂർണ്ണമായും തള്ളി. സർവകലാശാലയുടെ തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. നമ്മൾ ലീഗലി മൂവ് ചെയ്യാനാണ് ഇപ്പോൾ താല്പര്യമുള്ളത്. പിന്നെ 22-ാം തീയതി ആരുടെ ചോദിച്ചാണ് ഇത്രയും പിള്ളേർക്ക് എഴുതാൻ പറ്റും എന്നുള്ള തീരുമാനം എടുത്ത് എനിക്ക് അറിയത്തില്ല. കാര്യം പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഒരിക്കലും 22-ാം തീയതി വന്ന് എഴുതാൻ പറ്റുമെന്ന് അയാൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ തീരുമാനം എടുത്തത് നമ്മുടെ ഒരാളത്ത് പോലൊരു അഭിപ്രായം ചോദിച്ചിട്ടല്ല ഈ തീരുമാനം എടുത്തത്. പിന്നെ ഇപ്പോൾ ഇത്രയും മീഡിയാസിനെ പറ്റിക്കാനും നമ്മളെ പറ്റിക്കാനും വെറുതെ ഇവിടെ ഒരു മീറ്റിംഗ് കൂടി എന്നിട്ട് വെറുതെ നേരത്തെ എടുത്ത തീരുമാനം തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഉത്തരക്കടലാസ് നഷ്ടപ്പെടുത്തിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാൻ കോളേജ് അധികൃതർക്ക് വൈസ് ചാൻസലർ നിർദ്ദേശം നൽകി. അധ്യാപകനെ ആഭ്യന്തര അന്വേഷണത്തിന് ശേഷം പരീക്ഷ നടത്തിപ്പുകളിൽ നിന്ന് പൂർണ്ണമായും ഡീബാർ ചെയ്യാനും തീരുമാനിച്ചു. പരീക്ഷാ കൺട്രോളർ കൈമാറുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും വൈസ് ചാൻസലർ അറിയിച്ചു. 24 തിരുവനന്തപുരം. 2 ഗ്ലോബൽ മ്യൂസിക് അവാർഡുകൾ നേടി രാജ്യാന്തര ആത്മീയ സംഗീത ആൽബമായ സർവേശ. ഗാനം ആലപിച്ച ഗാനഗന്ധർവൻ ഡോക്ടർ KJ യേശുദാസ്, സംഗീതം നൽകിയ പാടും പാതിരി റവറൻ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ CMI, ഗ്രാമി അവാർഡ് ജേതാവും വയലിൻ മാന്ത്രികനുമായ മനോജ് ജോർജ് എന്നിവർക്കാണ് അവാർഡ്. ബെസ്റ്റ് കമ്പോസിഷൻ, ബെസ്റ്റ് പ്രൊഡക്ഷൻ എന്നീ 2 വിഭാഗങ്ങളിലാണ് ഗ്ലോബൽ മ്യൂസിക് അവാർഡുകൾ. ഗാനരചയിതാവ് PC ദേവസ്യ, റിക്കി കേജ്, രാകേഷ് ചൗരസ്യ, ആൽബത്തിൽ ആലപിച്ച 100 വൈദികർ, 100 കന്യാസ്ത്രീകൾ, പിന്നണി പ്രവർത്തകർ എന്നിവരെയും ലോസ് ഏഞ്ചലസ് ഓർക്കസ്ട്രയെയും പരാമർശിച്ചുകൊണ്ടാണ് ഗ്ലോബൽ മ്യൂസിക് അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ആൽബം പ്രകാശനം ചെയ്തത്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ആൽബം ഇതിനകം 11 ലക്ഷത്തിലേറെ പേർ കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോളിൽ ജയം തുടർന്ന് ഗോകുലം കേരള FC. സേതു FCയെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ചു. 14-ാം മിനിറ്റിൽ ഫസീല ഇക്കാപ്പുത്താണ് വിജയ ഗോൾ നേടിയത്. ജയത്തോടെ ഗോകുലം കേരള കിരീട പ്രതീക്ഷ നിലനിർത്തി. 11 മത്സരങ്ങളിൽ 26 പോയിന്റുമായി 2ാം സ്ഥാനത്താണ് നിലവിൽ ഗോകുലം. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുന്നു.